ഗുരുവായൂർ അപ്പന്റെ വിഗ്രഹം എന്ന് പറയുന്ന ആ വിഗ്രഹം ഇറക്കി ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ കാരണമായിട്ട് ആ മണ്ണിനെ തെരഞ്ഞെടുത്തത് അവിടെ ശിവന്റെ പാദസ്പർശം ഉണ്ടായതുകൊണ്ടാണ്. ഈ ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണുസ്യ ഹൃദയം ശിവ എന്നാണ്. ശിവന്റെ ഹൃദയമായിട്ട് വിഷ്ണുവും വിഷ്ണുവിന്റെ ഹൃദയമായിട്ട് ശിവനും വസിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അതൊരൊറ്റ വസ്തുവാണ്. ഒരു കാരണവശാലും വിഷ്ണു ആണോ വലുത് അല്ലെങ്കിൽ ശിവനാണോ വലുത് എന്ന് പറയാനുള്ള ഒരു അർഹത ഒരു സാധാരണ ഭക്തനില്ല. കൊണ്ടുപോകാനായിട്ട് യമദൂതന്മാർ വരുന്ന സമയത്ത് യമദൂതന്മാരെ തടയുന്ന വിഷ്ണുദൂതന്മാരെ കാണാം. എന്നാൽ ശിവപുരാണം പറഞ്ഞ സമയത്ത് യമനെ തന്നെ നിഗ്രഹിക്കുന്ന മഹാദേവനെ അപ്പുറത്ത് കാണാം. പരസ്പരം ധ്യാനിക്കുന്നവരാണല്ലോ ഈ വിഷ്ണു ശിവൻ. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ അതിനെ പറഞ്ഞ് അങ്ങനെ പറയിക്കുകയാണ് ചെയ്യുന്നത്. മഹാദേവന്റെ ശിഷ്യനായിട്ടുള്ള വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റ് പല ഭാഗങ്ങളിലും നമുക്ക് ഇന്നും ഇതിന്റെ അടയാളങ്ങൾ കാണാം. ഈ ശൈവ വൈഷ്ണവ ഭേദത്തിന്റെ അടയാളങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഭാരതത്തിൽ തന്നെ ഇന്ന് ഈ സനാതന ധർമ്മം എന്ന് വിളിക്കപ്പെടുന്ന പേരിലേക്ക് ഈ ധർമ്മം മാറുന്നതിന് മുമ്പ് പല മതങ്ങളായിട്ട് വിഘടിച്ചു നിന്നവരായിരുന്നു നമ്മൾ. ബാണൻ എന്ന് പറയുന്നത് ആരാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ബാണന്റെ അച്ഛന്റെ പേര് മഹാബലി എന്നാണ്. മഹാബലിയുടെ അച്ഛന്റെ പേര് വിരോചനൻ എന്നാണ്. വിരോചനന്റെ അച്ഛന്റെ പേര് പ്രഹ്ലാദൻ എന്നാണ്. പ്രഹ്ലാദന്റെ അച്ഛന്റെ പേര് ഹിരണ്യകശിപു. അവിടെ നിന്നാണ് ആ പരമ്പര തുടങ്ങുന്നത്. സ്വന്തം മകന് ശിവന്റെ പേരിട്ട ആളാണ് കൃഷ്ണൻ. അയാൾക്ക് ഏത് ആരാധനാ രീതിയോടാണോ താല്പര്യം, ഏത് മൂർത്തിയോടാണോ താല്പര്യം, ആ മൂർത്തിയിൽ കണക്ട് ആവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരേ ഒരു ധർമ്മം ഈ ലോകത്തുള്ളൂ. അതിന്റെ പേര് സനാതന ധർമ്മം അല്ലെങ്കിൽ ഹിന്ദുമതം എന്നാണ്. നമസ്തേ, നമ്മളെന്നുള്ളത് പാലക്കാട് മണ്ണാർക്കാട് ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിവനും കൃഷ്ണനും ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ്. അവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് വ്യാസൻ ചേട്ടനാണ്. വ്യാസൻ ചേട്ടാ നമസ്തേ. നമസ്തേ. ഹരിയും ഹരനുമായുള്ള ആ ഒരു സൗഹൃദം അത് എത്രത്തോളം ആഴമുള്ളതാണ്? നോക്കൂ, സനാതന ധർമ്മത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ദേവതകളെ നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വാചകമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ നമ്മളിലെല്ലാം ഒരു ശക്തിയുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. സനാതന ധർമ്മം അനുസരിച്ച് അല്ലെങ്കിൽ വേദം അനുസരിച്ച് നമ്മളെപ്പോഴും ആ ഒരു ശക്തിയെ പൊതുവിൽ വിളിക്കുന്ന പേരുകളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള പേര് ബ്രഹ്മം എന്നാണ്. ആ ബ്രഹ്മത്തിനെ നമുക്ക് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് നാമമോ രൂപമോ അല്ലെങ്കിൽ ഗന്ധമോ ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ ആവശ്യമായുള്ള ഗുണങ്ങളൊന്നും ബ്രഹ്മത്തിന് പറയാറില്ല. ഗുണാതീതമായിട്ടുള്ള ബ്രഹ്മമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് സങ്കല്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു രൂപം വേണം, ഒരു നാമം വേണം, അതിന് ഭാവം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഭാരതത്തിൻ്റെ ഋഷി ഈ ബ്രഹ്മതത്വത്തെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ദേവതകൾക്ക് രൂപം കൊടുത്തത്. അപ്പോൾ ഈ ശിവനും വിഷ്ണുവും ദുർഗയും ഗണപതിയും സുബ്രഹ്മണ്യനും ഒക്കെ ആരാണ്? ദേവതകളാണ്. ഈ ദേവതാ സങ്കല്പങ്ങളിൽ സനാതന ധർമ്മം അനുസരിച്ച് ഏറ്റവും ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന രണ്ട് ദേവതകളാണ്, ഒന്ന് ശിവനും ഒന്ന് വിഷ്ണു. ത്രിമൂർത്തികളിൽ രണ്ടുപേരുമാണ്. ഒരാൾ പിന്നെ ബ്രഹ്മാവാണുള്ളത്. അതിൽ ഈ ശിവൻ വിഷ്ണു എന്ന് വിളിക്കപ്പെടുന്ന പേരുകളിൽ നമ്മൾ ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു വസ്തുവിനെ തന്നെയാണ് എന്നുള്ള ഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. കാരണം ഇതിൽ രണ്ടിലുള്ളത് ബ്രഹ്മഭാവമാണ്. ശിവൻ എന്നുള്ളത് ബ്രഹ്മത്തിൻ്റെ ഒരു പേരാണ്, വിഷ്ണു എന്നുള്ളത് ബ്രഹ്മത്തിൻ്റെ ഒരു പേരാണ്. നോക്കൂ, ചില ആളുകൾക്ക് ഇപ്പൊ പാല് ഡയറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ചില ആളുകൾ അതിനെന്ത് ചെയ്യും? അതിനെ പനീറായിട്ടോ അല്ലെങ്കിൽ ഐസ്ക്രീം ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാൽ വിഭവമായിട്ടോ നെയ്യായിട്ടോ അല്ലെങ്കിൽ മോരായിട്ടോ കഴിക്കും. ഇതിന്റെ മെയിൻ സ്രോതസ്സായിട്ടുള്ള പാൽ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ മാറ്റി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെയാണ് ഒറ്റ സ്രോതസ്സായിട്ടുള്ള ബ്രഹ്മത്തെ നമ്മൾ ഓരോരോ പേരുകൾ പറഞ്ഞ് വിളിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ദേവതകളുടെ വലിപ്പച്ചെറുപ്പം കണക്കാക്കാനുള്ള ഒരു അധികാരം ഒരു സാധകനോ ഭക്തനോ ഇല്ല എന്നാണ്. ഒരു കാരണവശാലും വിഷ്ണു ആണോ വലുത് അല്ലെങ്കിൽ ശിവനാണോ വലുത് എന്ന് പറയാനുള്ള ഒരു അർഹത ഒരു സാധാരണ ഭക്തനില്ല പൊതുവിൽ. കാരണം അത് രണ്ടും ഒരു വസ്തു തന്നെയാണ്. പൊതുവിൽ പറയാറുണ്ട്, ഒരു ശ്ലോകത്തിലൊക്കെ നമ്മൾ പറയും ഈ ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണുസ്യ ഹൃദയം ശിവ എന്നാണ്. ശിവന്റെ ഹൃദയമായിട്ട് വിഷ്ണുവും വിഷ്ണുവിന്റെ ഹൃദയമായിട്ട് ശിവനും വസിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അതൊരൊറ്റ വസ്തുവാണ്. അതിനെ രണ്ടായിട്ട് കാണുന്നവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വലിയ പാതകാണെന്നാണ് പൊതുവിൽ ആചാര്യന്മാർ പറയാറുള്ളത്. പണ്ട് കാലത്ത് അങ്ങനത്തെ ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. നോക്കൂ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഹരിയും ഹരനും ഒന്ന് തിരിയാതവൻ വായിലെ മണ്ണ് എന്ന് പറഞ്ഞിട്ട് തമിഴിലൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പൊ നമുക്ക് ഗുരുവായൂർ ക്ഷേത്രം ഉണ്ടാവാൻ കാരണം മഹാദേവനാണെന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. കാരണം ഗുരുവായൂർ അപ്പന്റെ വിഗ്രഹം എന്ന് പറയുന്ന ആ വിഗ്രഹം ഇറക്കി ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ കാരണമായിട്ട് ആ മണ്ണിനെ തെരഞ്ഞെടുത്തത് അവിടെ ശിവന്റെ പാദസ്പർശം ഉണ്ടായതുകൊണ്ടാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ആളുകൾക്ക് മഹാദേവനെ കൂടി ഭജിക്കണം, മമ്മിയൂരപ്പനെ പോയി കാണണം എന്നുള്ള സമ്പ്രദായം ഉള്ളതും അതേ ഗുരുവായൂരാണ്. വൈഷ്ണവ സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ വൈഷ്ണവ ഭക്തരുടെ ഏറ്റവും വലിയ അഭയസ്ഥാനമായിട്ടുള്ള ഗുരുവായൂരപ്പനാണ് പറയുന്നത്, എന്നെ കാണാൻ വരുന്ന ആളുകൾ ആരെ കൂടി ചെന്ന് കാണണം?
മഹാദേവനെ കൂടി ചെന്ന് കാണുന്നത്. മഹാദേവൻ ഉള്ളത് കൊണ്ടാണ് ആ ക്ഷേത്രം ഉണ്ടായത്. അപ്പോൾ ഇത്രയധികം ഒരു അഭേദമായിട്ടുള്ള ബന്ധം ശിവനും വിഷ്ണുവും തമ്മിൽ ഉണ്ടാവുന്ന സമയത്ത് ഒരു കാരണവശാലും അവരുടെ ആരാധക വൃന്ദങ്ങൾ തമ്മിലുള്ള തമ്മിലടി ആ ദേവതാ ചൈതന്യത്തെ വിഷമിപ്പിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പണ്ടുള്ള കഥകളിൽ ഈ വൈഷ്ണവരും ശൈവരും തമ്മിലുള്ള കലഹം ഇത് ശരിക്കും ഭഗവാന്മാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നല്ലേ മനസ്സിലാക്കി? നോക്കൂ, കഥകളിൽ അങ്ങനെ പല കഥകളും പറയാനുണ്ട്. ഇപ്പൊ ശിവനും വിഷ്ണുവും തമ്മിൽ യുദ്ധം ഉണ്ടായതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ശൈവജാപത്തിന്റെയും വൈഷ്ണവജാപത്തിന്റെയും കഥ നമുക്കറിയാം. ഇപ്പൊ രാമായണത്തിൽ നമ്മൾ പറയാറില്ലേ, ത്രയംബകം എന്ന് പറയുന്ന വില്ല് ഭഗവാൻ രാമൻ ഒടിക്കുന്ന സമയത്ത് പരശുരാമൻ അവിടെ വരികയും ഇത് വൈഷ്ണവ ജാപാണ്, ഇത് ഒടിച്ച് കാണിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പറയാറുണ്ട് പണ്ട് ശിവനും വിഷ്ണുവും തമ്മിലുള്ള ഇങ്ങനെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന്. ഇപ്പൊ ഭാഗവതം എടുത്ത് നോക്കുകയാണെങ്കിൽ ബാണാസുരനായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട കഥ പറയുമ്പോൾ കൃഷ്ണനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ബാണന്റെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യുന്നത് ശിവനാണ്. അപ്പൊ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കഥകളിലാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഭാരതീയ ഋഷികളെല്ലാം തന്നെ കഥകൾ പറഞ്ഞിട്ടുള്ളത് ആ കഥയ്ക്ക് പുറകിലുള്ള തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ വെറും കഥയായിട്ട് എടുക്കരുത്. ഇപ്പൊ പറയാറുണ്ട്, ഇപ്പൊ ഭഗവാൻ കൃഷ്ണനും ശിവനും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ശിവജ്വരം വിഷ്ണുജ്വരം തുടങ്ങിയിട്ടുള്ള അസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചു എന്നൊക്കെയുള്ള കഥകളൊക്കെ പറയും. അതൊക്കെ യഥാർത്ഥത്തിൽ അതിന് പുറകിലുള്ള തത്വം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കഥകളാണ്. അല്ലാതെ അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള അങ്ങനെയുള്ള വിരോധമൊന്നും ഉണ്ടെന്ന് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല. അതിനെ ഒറ്റ വസ്തുവായിട്ട് കാണുക. പണ്ട് അങ്ങനത്തെ വിഭാഗങ്ങൾ ആൾക്കാരുണ്ടായിരുന്നു. നോക്കൂ, നമ്മുടെ ഈ ഭാരതത്തിൽ തന്നെ ഇന്ന് ഈ സനാതന ധർമ്മം എന്ന് വിളിക്കപ്പെടുന്ന പേരിലേക്ക് ഈ ധർമ്മം മാറുന്നതിന് മുമ്പ് പല മതങ്ങളായിട്ട് വിഘടിച്ചു നിന്നവരായിരുന്നു നമ്മൾക്ക് ദേവതാ കേന്ദ്രീകൃതമായിട്ടുള്ള മതങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ശിവനെ ആരാധിക്കുന്നവരുടെ മതമായിരുന്നു ശൈവമതം എന്ന് വിളിക്കപ്പെടുന്നത്. വിഷ്ണുവിനെ ആരാധിക്കപ്പെടുന്നവരുടെ മതമായിരുന്നു വൈഷ്ണവ മതം. ദേവി ആരാധിക്കുന്നവരുടെ ആയിരുന്നു ശാക്തേയം. അല്ലെങ്കിൽ ഗണപതിയെ ആരാധിക്കുന്നവരായിരുന്നു ഗാണപത്യം, കൗമാരം, സൗരം. ഇങ്ങനെ ഒരുപാട് മതങ്ങൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ തമ്മിൽ പരസ്പരം കലഹം ഉണ്ടായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ടാണ് ഈ ധർമ്മത്തിൽ ഉണ്ടാക്കിയുള്ളത്. എന്നാൽ ഇതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു വസ്തു തന്നെയാണ് എന്നുള്ള അദ്വൈത സിദ്ധാന്തം പഠിപ്പിച്ച മനുഷ്യൻ ജനിച്ച മണ്ണിലാണ് നമ്മൾ ഇരിക്കുന്നത്, കേരളത്തിലാണ്. ശങ്കര ഭഗവത്പാദരുടെ ജന്മദേശമാണ് കേരളം. അദ്ദേഹമാണ് ഈ ഭാരതത്തിന് മുഴുവൻ പഠിപ്പിച്ചത് നിങ്ങൾ ഈ പല പേരിട്ട് വിളിക്കുന്ന വസ്തുക്കളൊക്കെ യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം കേരളത്തിൽ അത് വളരെ കുറവായിരുന്നു. കേരളത്തിലാണ് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ശിവനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് കാണാൻ സാധിക്കുക. മറ്റ് പല ഭാഗങ്ങളിലും നമുക്ക് ഇന്നും ഇതിന്റെ അടയാളങ്ങൾ കാണാം. ഈ ശൈവ വൈഷ്ണവ ഭേദത്തിന്റെ അടയാളങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. കേരളം എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ നമ്മൾ പറയുക ഭാർഗവ ക്ഷേത്രം എന്നാണ്. പരശുരാമ ഭൂമിയാണ് കേരളം. ഈ പരശുരാമന്റെ ഗുരുനാഥസ്ഥാനം അലങ്കരിക്കുന്ന ആരാണ്? സാക്ഷാൽ മഹാദേവനാണ്, അല്ലെ? അപ്പൊ മഹാദേവന്റെ ശിഷ്യനായിട്ടുള്ള വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊരു കാരണവശാലും ആരെയും രണ്ടായിട്ട് കാണാൻ സാധിക്കില്ല. വിഷ്ണുവിനെയും ശിവനെയും വേറെ രണ്ടായിട്ട് കാണാൻ സാധിക്കില്ല എന്നാണ്. ഇനിയും അങ്ങനെയുള്ള ചിന്തകളൊക്കെ വെച്ച് പുലർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്വയം തിരുത്തുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഈ പരസ്പരം ധ്യാനിക്കുന്നവരാണല്ലോ ഈ വിഷ്ണു ശിവനും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ പറഞ്ഞ് അങ്ങനെ പറയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഈ വിഷ്ണു കണ്ണടച്ച് കിടക്കുന്നത് ശിവനെ ധ്യാനിക്കുന്നതാണ്, അല്ലെങ്കിൽ മഹാദേവൻ സ്മരിക്കുന്നത് രാമനാമമാണ് എന്നൊക്കെയുള്ള കഥകളൊക്കെ പ്രചാരത്തിലുണ്ട്. നമുക്ക് അതൊക്കെ യഥാർത്ഥത്തിൽ ആത്മവിചാരം ചെയ്യുക എന്നുള്ളതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമുക്ക് വ്യാഖ്യാനിക്കാം മഹാവിഷ്ണു ധ്യാനിക്കുന്നത് ശിവനെയാണ്, ശിവൻ ധ്യാനിക്കുന്നത് വിഷ്ണുവിനെയാണെന്നൊക്കെ. പക്ഷെ അതിന്റെ യഥാർത്ഥത്തിലുള്ള ബോധം ഞാൻ മനസ്സിലാക്കുന്നത് ആത്മവിചാരം, അവരെ തന്നെ വിചാരം ചെയ്യുക എന്നുള്ളതാണ്. ആ ബ്രഹ്മവിചാരം ചെയ്യുക എന്നുള്ളതാണ് വിഷ്ണുവിന്റെ യോഗനിദ്രയാണെങ്കിലും മഹാദേവന്റെ തപസ്സാണെങ്കിലും യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ആത്മവിചാരം ചെയ്യുക എന്നുള്ള അവനവനെ കണ്ടെത്താനുള്ള ആ ശ്രമമാണ് അവരൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള ചൈതന്യത്തെ തിരിച്ചറിയാൻ അവർ കണക്റ്റഡ് ആയിരിക്കുന്നതാണ് ഈ യോഗനിദ്ര അല്ലെങ്കിൽ തപസ് എന്ന് പറയുന്നത്. മറ്റത് നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും, ഇപ്പോൾ മഹാദേവൻ ഉപാസിക്കുന്നത് രാമനാമല്ലേ, അതുകൊണ്ട് മഹാദേവനേക്കാൾ വലുതല്ലേ വിഷ്ണു എന്ന് പറയും ഒരു ഭാഗത്ത്. അപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് പറയും വിഷ്ണു എപ്പോഴും ധ്യാനിക്കുന്നത് ശിവനെ അല്ലേ, അതുകൊണ്ട് ശിവനല്ലേ ഏറ്റവും വലുത്. ഇത് നിങ്ങൾക്ക് പല രീതിയിൽ കാണാം. ഇപ്പൊ നോക്കൂ, അതിൽ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഞാൻ കണ്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. ശൈവഭക്തരായിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഭഗവാന്റെ വിഗ്രഹത്തെ വ്യാഖ്യാനിക്കും? ഇപ്പൊ ഈ കടുശർക്കര യോഗത്തിലുള്ള ഭഗവാന്റെ ഒരു കൈ ഇങ്ങനെ താഴേക്ക് കിടക്കുന്നതിന്റെ താഴെ അവിടെ ഒരു ശിവലിംഗം ഉണ്ട്. അപ്പോൾ ശൈവരായിട്ടുള്ള ആൾക്കാർ പറയും നിങ്ങളുടെ വിഷ്ണു ഇതാ ഞങ്ങളുടെ ശിവനെ അർച്ചിക്കുന്നു എന്നാണ് അവിടെ കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ. മറ്റ് വൈഷ്ണവ ഭക്തർ എന്ത് പറയുന്നു? നിങ്ങളുടെ ശിവന് ഞങ്ങളുടെ വിഷ്ണു അഭയം കൊടുത്തിരിക്കുന്നു
എന്ന് രണ്ടാമതായിട്ട് വ്യാഖ്യാനിക്കും. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ശരിയല്ല. യഥാർത്ഥത്തിൽ അവരൊക്കെ ഒരൊറ്റ വസ്തു തന്നെയാണെന്നുള്ള ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പം മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരമായിട്ടുള്ള കൃഷ്ണനെ കുറിച്ച് സങ്കല്പിക്കുമ്പോൾ അദ്ദേഹം പരമ ശിവഭക്തനായിരുന്നു എന്ന് മഹാഭാരതം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം വലിയ ശിവഭക്തനായിരുന്നു. അദ്ദേഹം പല രംഗങ്ങളിൽ മഹാദേവനെ അതിയായിട്ട് ഉപാസിച്ചിരുന്നതിനെ കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ജയദ്രഥൻ എന്ന് പറയുന്ന കൗരവപക്ഷത്തുണ്ടായിരുന്ന ഒരു പോരാളി, അദ്ദേഹം അഭിമന്യുവിനെ വധിക്കാൻ മുൻകൈ എടുക്കുന്നതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ജഡം സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് ഞാൻ കാണിക്കും എന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്യുകയും അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യും, ഞാൻ ദേഹാഹുതി ചെയ്യുന്ന പറയുക. ആ സമയത്ത് പല മഹാത്മാക്കളും വ്യാഖ്യാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മഹാദേവനെ ഭഗവാൻ കൃഷ്ണൻ രുദ്രം ചെയ്ത് അന്നത്തെ ദിവസം രാത്രി പൂജിച്ചു. ആർക്ക് വേണ്ടിയിട്ട്? അർജുനന്റെ ആയുസ്സിന് വേണ്ടിയിട്ട് കൃഷ്ണൻ ശിവപൂജ ചെയ്തു എന്നാണ് പറയുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് ഉദാഹരണങ്ങൾ വേണം. അപ്പോൾ നോക്കൂ, ഭഗവാൻ ഉണ്ടായിട്ടുള്ള മകന്റെ പേര് സാമ്പൻ എന്നാണ്. കൃഷ്ണൻ ഉണ്ടായിട്ടുള്ള മകനാണ്. കൃഷ്ണന് സാമ്പൻ എന്ന് പറയുന്ന മകൻ ജനിക്കുന്നത് പാശുപതം എന്ന് പറയുന്ന വ്രതം എടുത്തിട്ടാണ്. അതിനാരെയാണ് കൃഷ്ണൻ ഉപാസിച്ചത്? മഹാദേവനെയാണ്. സാമ്പൻ എന്നുള്ള പദത്തിന്റെ തന്നെ അർത്ഥം ഒരു തരത്തിൽ മഹാദേവൻ എന്നാണ്. അമ്പയോട് കൂടിയവൻ എന്ന പദത്തിന് അർത്ഥമുണ്ട്. അമ്പയോട് കൂടിയവൻ ആരാണ്? ശിവനാണ്. സ്വന്തം മകന് ശിവന്റെ പേരിട്ട ആളാണ് കൃഷ്ണൻ. അങ്ങനെയുള്ള കൃഷ്ണന്റെ പേരിലാണ് നമ്മൾ ഇന്ന് ശൈവ വിദ്വേഷം ചാർത്താൻ ശ്രമിക്കുന്നത്. അത് വലിയ അപരാധമാണെന്നാണ് എൻ്റെ സങ്കല്പം. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നമുക്കറിയിപ്പോൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുകയാണ്. ഏറെ പ്രശസ്തമാണ് ആലിംഗന പുഷ്പാഞ്ജലി. ശിവനും വിഷ്ണുവുമായിട്ടുള്ള സൗഹൃദത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ? തീർച്ചയായിട്ടും. അത് നമുക്ക് അവിടെ മാത്രമല്ല, അത് പലയിടത്തും കാണാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലിയെ കുറിച്ച് പറയുമ്പോൾ രോഹിണി ആരാധന ദിവസം അവിടെ നായ്ക്കൻ എന്ന സ്ഥാനപ്പേരുള്ള കുറുമത്തൂർ ഇല്ലത്തെ മുതിർന്ന നമ്പൂതിരിയാണ് ആ കർമ്മം ചെയ്യുക. അതിന് പുറകിലായിട്ടുള്ള കഥ നമ്മൾ അനുസ്മരിക്കാറുള്ളത് ദക്ഷന്റെ യാഗം നശിപ്പിച്ചതിന് ശേഷം ഈ സതീദേവിയുടെ ദേഹം തൻ്റെ കയ്യിൽ നിന്ന് പോയ ഭഗവാൻ ഉണ്ടായിട്ടുള്ള വിഷമത്തെ അല്ലെങ്കിൽ ആ ക്രോധത്തെ രണ്ടും തണുപ്പിക്കാനായിട്ട് മഹാവിഷ്ണു ആലിംഗനം ചെയ്തു ഭഗവാനെ എന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കുറുമത്തൂർ ഇല്ലത്തെ നമ്പൂതിരി ആലിംഗന പുഷ്പാഞ്ജലി ചെയ്യുന്നത്. ഞാൻ വായിച്ചു കേട്ടിട്ടുള്ള, ഞാൻ നേരിട്ട് ആലിംഗന പുഷ്പാഞ്ജലി കണ്ടിട്ടില്ലെങ്കിൽ പോലും കേട്ടിട്ടുള്ളത് ചിലപ്പോൾ മണിക്കൂറുകൾ അങ്ങനെ അദ്ദേഹം കിടക്കുന്നതാണ് ആ അവസ്ഥയിൽ, ആ സമാധിയാവസ്ഥയിൽ. പല ആളുകൾക്കും അദ്ദേഹം ശ്വസിക്കുന്നുണ്ടോയെന്ന് പോലും സംശയം തോന്നും. കാരണം അദ്ദേഹത്തിന്റെ ജീവൻ ആ ശരീരത്തിൽ ഉണ്ടോ എന്ന് പോലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത്രയധികം ഒരു താതാത്മ്യമാണ് വരിക. ആ സമയത്ത് അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിന് മഹാവിഷ്ണുവിന്റെ സ്ഥാനമാണ് കുറുമത്തൂരിലത്തെ നായ്ക്കൻ സ്ഥാനത്തുള്ള നമ്പൂതിരിക്ക്. അപ്പോൾ അതുകൊണ്ട് ശിവനെ വിഷ്ണു ആശ്വസിപ്പിക്കുന്നു എന്ന രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ മറ്റൊരു വശം നിങ്ങൾ നോക്കൂ. എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഇപ്പോൾ ഏറ്റുമാനൂരപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാൻ മഹാദേവൻ, അദ്ദേഹത്തിന്റെ നമ്മളൊരു വിഭാഗം ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏറ്റുമാനൂരപ്പൻ എന്ന് പറയുന്നത് ശരഭമൂർത്തിയാണെന്നാണ് പറയുക. അഘോരമൂർത്തിയാണ് ഭഗവാൻ, ശരഭമൂർത്തിയാണ്. ശരഭമൂർത്തിയായിട്ട് മഹാദേവന്റെ അവതാരം ഉണ്ടാവാനായിട്ടുള്ള കഥകളിൽ ഞാൻ വായിച്ചിട്ടുള്ളത്, നരസിംഹാവതാരം ഉണ്ടായ സമയത്ത് നരസിംഹത്തിന്റെ കോപം ഇതേപോലെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ എന്ത് ചെയ്തു? ശരഭാവതാരം എടുത്തു. അപ്പൊ നമുക്ക് നോക്കൂ, ഇതൊക്കെ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. പല തരത്തിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ശിവന്റെയും വിഷ്ണുവിന്റെയും കഥകളിലൊക്കെ ഒരുപാട് സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഭാഗവതം നോക്കിയാൽ കാണാൻ പറ്റും. അജാമിളൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെ കൊണ്ടുപോകാനായിട്ട് യമദൂതന്മാർ വരുന്ന സമയത്ത് യമദൂതന്മാരെ തടയുന്ന വിഷ്ണുദൂതന്മാരെ കാണാം, ഭാഗവതത്തിൽ കാണാം. എന്നാൽ ശിവപുരാണം പറഞ്ഞ സമയത്ത് യമനെ തന്നെ നിഗ്രഹിക്കുന്ന മഹാദേവനെ അപ്പുറത്ത് കാണാം. സത്യം പറഞ്ഞാൽ രണ്ടും ചെയ്ത് ഒരേ ആക്റ്റാണ് അല്ലേ? പക്ഷെ പറയുമ്പോൾ രണ്ട് മൂർത്തികളുടെ പേരിലാണ് പറഞ്ഞത്. അത് ഓരോ കാലഘട്ടത്തിലും ആ പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന ആചാര്യന്മാർ അവരുടെ മഹത്വം കൂട്ടാനായിട്ട് പല കൂട്ടിച്ചേർക്കലുകളും കുറയ്ക്കലൊക്കെ പലപ്പോഴും ഈ ധർമ്മത്തിൽ വരുത്തിയിട്ടുണ്ടെന്നുള്ള എല്ലാവരും അഡ്മിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അതിലൊക്കെ ഉള്ളത് ആ ഒറ്റ വസ്തുവാണെന്നുള്ള അദ്വൈത ചിന്ത നമ്മൾ സനാതനധർമ്മ വിശ്വാസികൾക്ക് ഉണ്ടായാൽ മാത്രമാണ് ഇതിനെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഹരിഹരപുത്രനായി ജനിക്കുന്ന അയ്യപ്പന്റെ അവതാരം എന്ത് സന്ദേശമാണ് നമുക്ക് തരുന്നത്? നോക്കൂ, അയ്യപ്പസ്വാമി അല്ലെങ്കിൽ ശാസ്താവ്, അദ്ദേഹത്തെയാണ് നമ്മൾ പൊതുവിൽ ഹരിഹരപുത്രൻ എന്ന പേരിൽ വിളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റ് പല പ്രദേശങ്ങളിലും ഈ ശിവന്റെയും വിഷ്ണുവിൻ്റെയും തമ്മിലുള്ള ദ്വേഷം പരസ്പരം നിലനിൽക്കുന്ന സമയത്ത് അതിനെതിരെ പ്രവർത്തിച്ച ഏറ്റവും വലിയ ഭൂമിയാണ് കേരളം. ആ കേരളത്തിലാണ് നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ പന്തളം രാജവംശത്തിൽ ഭഗവാന്റെ ഒരു അവതാരം ഉണ്ടാവുന്നതായിട്ടും ഭഗവാൻ പന്തളത്തെ രാജകുമാരനായിട്ട് വളരുന്നതും പിന്നീട് ശബരിമലയിലെ പ്രതിഷ്ഠ ആയിട്ട് ഭഗവാന്റെ താതാത്മ്യം ഉണ്ടാവുന്നതൊക്കെ പിന്നീടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹരിഹരപുത്രനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കാൻ നമ്മളെ നമ്മുടെ ഋഷിമാർ പഠിപ്പിച്ചത് ഒരു തരത്തിൽ എനിക്ക് തോന്നുന്നത്
ഈ പറഞ്ഞ വൈര്യം, പരസ്പരം ശിവനാണോ വിഷ്ണുവാണോ വലുത് എന്നുള്ള വൈര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു രീതി കൂടിയാണ് ഈ ഹരിഹരപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം. ശിവന്റെയും വിഷ്ണുവിന്റെയും തേജസ്സിനെ ഒരുമിച്ച് ആരാധിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. ഇത് പലതരത്തിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ നോക്കൂ, ഹരിഹരപുത്രന്റെ പ്രാധാന്യം നമ്മൾ പറയുന്നത് പോലെ തന്നെ കേരളത്തിൽ പല സ്ഥലത്തും, ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിനടുത്ത് പനമണ്ണ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ഒരു വിശേഷമായിട്ടുള്ള അമ്പലം നിങ്ങൾക്ക് കാണാം. അതിന്റെ പേര് പനമണ്ണ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം എന്നാണ്. ശങ്കരനാരായണൻ ആരാണ്? ശിവനും വിഷ്ണുവും ചേർന്ന ഭാവമാണ് ശങ്കരനാരായണൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ശിവനും വിഷ്ണുവും കൂടെ ചേർന്ന ഭാവത്തെ തന്നെയാണ് നമ്മൾ ശാസ്താവായിട്ടും കാണുന്നത്. ഇതൊക്കെ ആ താതാത്മ്യ ഭാവമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടുകൂടിയാണ് അയ്യപ്പസ്വാമിയെ നമ്മൾ ഈ താരക പരബ്രഹ്മം എന്ന ഭഗവാനെ വിളിക്കുന്നത് ചെയ്യുക. കാരണം ശിവനും ബ്രഹ്മാണ്, വിഷ്ണുവും ബ്രഹ്മാണ്, അയ്യപ്പസ്വാമിയും ബ്രഹ്മാണ്, സർവ്വതും ബ്രഹ്മമയം എന്നാണ്. ആ ഭാവത്തിൽ ഭഗവാനെ കാണുന്ന സമയത്ത് അതിൽ ശിവന്റെ സംഹാരതത്വവും വിഷ്ണുവിന്റെ ഈ സംരക്ഷണ അല്ലെങ്കിൽ സ്ഥിതിയുടെ തത്വവും ഭഗവാനിലുണ്ട് എന്ന് പഠിക്കുക. അതിലേക്ക് നമ്മൾ പരമാവധി ഞാൻ മനസ്സിലാക്കുന്നത്, ഒരിക്കലും ഈ വൈര്യം ഉണ്ടാക്കാണ്ട് എങ്ങനെയൊക്കെ ഈ ധർമ്മത്തിലുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നുള്ളതിന്റെ ചിന്ത പണ്ടുള്ള മഹർഷിമാരെ നടത്തുകയും അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥകളായിട്ട് അതിനെ കാണുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. പുതിയ തലമുറയ്ക്ക് സുഹൃത്തുക്കൾ എങ്ങനെ ആകണമെന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമായിട്ട് വിഷ്ണുവിനെയും ശിവനെയും നമുക്ക് മുന്നിലേക്ക് വെക്കാൻ സാധിക്കും. അതൊക്കെ അതിൻ്റെ ഏറ്റവും ബാഹ്യമായിട്ടുള്ള അർത്ഥമാണ്. ശിവൻ വിഷ്ണു എന്നുള്ളതിനൊക്കെ ഈ ബാഹ്യമായിട്ടുള്ള അർത്ഥമല്ല യഥാർത്ഥത്തിലുള്ളത്. നമുക്ക് ഇങ്ങനെ പറയാം. ഇപ്പം നോക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് പറയാറില്ലേ, സുദാമാവിൻ്റെയും അല്ലെങ്കിൽ കൃഷ്ണൻ്റെയും സൗഹൃദത്തെക്കുറിച്ച് പറയാറുണ്ട്, നന്ദിയുടെയും മഹാദേവൻ്റെയും പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ച് പറയാറുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം, ശിവനെയും വിഷ്ണുവിനെയും പോലെ ആവണം എന്നുള്ളതൊക്കെ. പക്ഷെ അതിൻ്റെയൊക്കെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ളത് ആത്മീയമായിട്ടുള്ള രഹസ്യങ്ങളാണ്. അതൊക്കെ കേവലം ഭൗതികതയുടെ എക്സാമ്പിൾസിന് ഉപകരിക്കേണ്ടതല്ല എങ്കിലും പറയാം നമുക്ക്. കാരണം അത് രണ്ടും ഒരു വസ്തു തന്നെയാണ് യഥാർത്ഥത്തിൽ. ഇപ്പം നോക്കൂ, മഹാദേവൻ എന്ന് പറയുന്ന ആൾക്ക് പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം വിഷ്ണു ആയിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു, ശങ്കരനാരായണനാണ് മഹാദേവൻ. രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ സങ്കല്പിക്കണത് എന്താ? ഭഗവാൻ അർദ്ധനാരീശ്വരനുമാണ്. ഒരു ഭാഗം വിഷ്ണുവിനും ഭഗവാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഭാഗം ദേവിക്കും ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഭഗവാൻ സ്വയം ഭഗവാനാണ് താനും. അപ്പോൾ ഒരു ശൈവ വൈഷ്ണവ ശാക്തേയ ബ്രഹ്മസ്വരൂപം നമുക്കതിൽ കാണാൻ സാധിക്കുകയാണ് ശരിക്കും വേണ്ടത്. ആ ഭഗവാന്റെയും അതുപോലെ തന്നെ ഭാര്യയുടെയും മകനായിട്ട് ഗണപതി ഭഗവാൻ ജനിക്കുന്നു, സുബ്രഹ്മണ്യ സ്വാമി ജനിക്കുന്നു, അല്ലെ? അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ ആ ബ്രഹ്മബോധത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ദേവതാ ചൈതന്യങ്ങളായിട്ടാണ് കാണേണ്ടത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഭാരതത്തിന്റെ ഋഷിക്ക് അറിയാമായിരുന്നു ഒരു മനുഷ്യന് വ്യത്യസ്തതകൾ വേണം. എപ്പോഴും ഒന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പലപ്പോഴും സാധിക്കില്ല. എപ്പോഴും ഒരേ രൂപത്തെ തന്നെ കാണാൻ പോലും ചിലപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും വെറൈറ്റികൾ, പല പല ഭാവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ശ്രദ്ധ കൂടും. ഇപ്പൊ ഗുരുവായൂരൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നോക്കൂ, ഇന്നലെ ചാർത്തിയ അലങ്കാരമല്ല ഇന്ന് ചാർത്തുക, അതല്ല നാളെ ചാർത്തുക, അതല്ല മറ്റൊന്ന്. എപ്പോഴും പുതിയത് കൊടുത്തോണ്ടേയിരിക്കും. കാരണം എന്താ? എപ്പോഴും മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന പുതുമയാണ്. ആ പുതുമയിലൂടെ ഭഗവാനിലേക്കുള്ള ശ്രദ്ധ ആകർഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ശിവൻ വിഷ്ണു എന്നുള്ള പേരിൽ വിളിക്കുന്ന രണ്ടും ഒരു വസ്തു തന്നെ ആയതുകൊണ്ട് ബാഹ്യാർത്ഥത്തിൽ ഈ പറയുന്ന സൗഹൃദത്തിന്റെ ഒരു ഉദാഹരണമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. എങ്കിൽ പോലും അവർ തമ്മിലുള്ള ബോണ്ടിങ് വളരെ ഗംഭീരമായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അതിൽ തന്നെ പലപ്പോഴും ഭഗവാൻ ഇപ്പൊ പറയാറുണ്ട്, ഇപ്പൊ പതഞ്ജലി മഹർഷിയുടെ ഒരു കഥ പറയും. ഒരിക്കലും ഭഗവാൻ വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു യോഗനിദ്രയിൽ ഇരിക്കുന്ന സമയത്ത് അനന്തൻ എപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. അപ്പൊ ആ സമയത്ത് മഹാവിഷ്ണുവിന്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു ചൈതന്യം, ഒരു തെളിച്ചം അല്ലെങ്കിൽ സന്തോഷം അനന്തൻ ആ ഭഗവാന്റെ തൽപ്പം കണ്ടു എന്നാണ്. അപ്പൊ ആ സമയത്ത് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അനന്തൻ കുറെ നേരം നിരീക്ഷിക്കുകയും ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന സമയത്ത് ഭഗവാനോട് ചോദിച്ചു അത്രേ, എന്തായിരുന്നു അങ്ങ് ഇത്രയും നേരം ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നതിന് കാരണം? അപ്പൊ ആ സമയത്ത് മഹാവിഷ്ണു പറഞ്ഞു എന്നാണ് കഥയിൽ പറയുന്നത്, ഞാൻ കൈലാസത്തിൽ ഭഗവാൻ ആനന്ദ നടനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് അനന്തം പറയുന്നത്, എനിക്കൂടെ കാണാനുള്ളൊരു അവസരം ഉണ്ടാവുമോ? അപ്പോഴാണ് അത്ര അദ്ദേഹത്തോട് പറഞ്ഞു, പോയി ഭൂമിയിൽ ജനിക്കൂ, പതഞ്ജലി മഹർഷിയായിട്ട് അദ്ദേഹം ജനിച്ചു എന്നാണ്. അദ്ദേഹത്തിന് മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, മഹാദേവൻ. അപ്പോൾ ഇതേപോലെ പല കഥകളിലൂടെ നമുക്ക് കാണാം ഇവർ തമ്മിലുള്ള ഈ ബോണ്ടിങ്. അതൊക്കെ മാതൃകയാക്കിയൊരു സുഹൃത്ത് ബന്ധം കൊണ്ടുപോകാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയാവാം. പക്ഷെ അതിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം അതൊന്നുമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഭൗതികതയുടെ പ്രതീകമായ മഹാവിഷ്ണുവും വൈരാഗിയുടെ പ്രതീകമായി ശിവനും, ഈ ശ്മശാനവാസിയായ ശിവനും തമ്മിലുള്ള ആ ഒരു സൗഹൃദം ഈ മനുഷ്യരാശിക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ നമ്മുടെ ഒരു രീതിക്കനുസരിച്ച് ദേവതകളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്ന ധർമ്മമാണ് സനാതനധർമ്മം. നമ്മൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിലാണോ ഉള്ളത്, നമുക്ക് ഏതിലാണോ താല്പര്യം, ആ താല്പര്യമുള്ള ദേവതയെ നമുക്ക് ആശ്രയിക്കാം. മറ്റ് സഹോദര മതങ്ങളുടെ സഹോദരധർമ്മങ്ങളുടെയൊക്കെ ഒരു നില എന്ന് പറയുന്നത് ഏകദൈവ പാരമ്പര്യം മാത്രം, ഇത് മാത്രമാണ് ശരി എന്നുള്ളതാണ് പലപ്പോഴും പറയാറുള്ളത്.
നോക്കൂ, നമുക്ക് 30 ദേവതകളാണ് നമുക്കുള്ളത്. ഇതിൽ ഏത് ദേവതയും നിങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്ന ധർമ്മമാണ് സനാതനധർമ്മം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാരമ്പര്യം നമുക്ക് തന്നിട്ടുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഋഷീശ്വരന്മാർ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാക്കിയിരുന്നു ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്തരാണ്. എല്ലാവർക്കും ഒരു പാതയിൽ കൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ പൂർവ്വകർമ്മങ്ങൾക്കനുസരിച്ചും ഒപ്പം അയാളുടെ നിലവിലുള്ള ചിന്താഗതി അനുസരിച്ചും അയാൾക്ക് ഏത് ആരാധനാ രീതിയോടാണോ താല്പര്യം, ഏത് മൂർത്തിയോടാണോ താല്പര്യം, ആ മൂർത്തിയിൽ കണക്റ്റ് ആവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരേ ഒരു ധർമ്മം ഈ ലോകത്തുള്ളൂ. അതിൻ്റെ പേര് സനാതന ധർമ്മം അല്ലെങ്കിൽ ഹിന്ദുമതം എന്നാണ്. ഇവിടെ മാത്രമേ അതുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് നാൾ ഗുരുവായൂരപ്പനോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ കുറേ നാൾ പ്രാർത്ഥിച്ചു, ഇനി കുറച്ച് നേരം മഹാദേവനെ ഭജിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാമല്ലോ. ഇനി കുറച്ച് നാൾ സുബ്രഹ്മണ്യ സ്വാമി മാറ്റാം. ഇങ്ങനെ മാറ്റാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഉപാസനയല്ല ഞാൻ പറയുന്നത്, ഭക്തിയോടുകൂടി നോക്കി കാണുന്നതാണ്. ഉപാസന തോന്നുന്ന പോലെ മാറ്റാൻ സാധിക്കില്ല. പക്ഷെ ഭക്തിയോടുകൂടി കാണുന്ന ഒരു കണ്ണിലൂടെ നമുക്ക് ഏത് ദേവതയും ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം എന്താ, നമ്മളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആരാധനയ്ക്കും ഭക്തിക്കും വേണ്ടി നമ്മളിൽ അതിൻ്റെ വിത്തുകൾ പാകിയിട്ടുള്ള മഹർഷീശ്വരന്മാർക്ക് അറിയാമായിരുന്നു ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ചില ആളുകൾ ആത്മാന്വേഷണികളായിരിക്കും, അവർക്ക് ഭൗതികതയിലൊന്നും താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് അങ്ങനെയുള്ള ആരാധന തിരഞ്ഞെടുക്കാം. ചില ആളുകൾ ലൗകികമായിട്ടുള്ള ജീവിതത്തിലൂടെ തന്നെ ആത്മീയമായിട്ടുള്ള പാതയിലേക്ക് പോകാനായിരിക്കും താല്പര്യം, അവർക്ക് ആ രീതി തിരഞ്ഞെടുക്കാം. ഇതിനൊക്കെയുള്ള റൂട്ടുകൾ സനാതനധർമ്മത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 2 റൂട്ടുകളാണ് ശിവനെന്നും വിഷ്ണു എന്നുള്ളത് മനസ്സിലാക്കുക. ഒരിക്കലും വിഷ്ണു കേവലം ഭൗതികതയുടെ മാത്രം പ്രതീകമല്ല, അങ്ങനെ അതിനെ നോക്കിക്കാണാൻ പാടില്ല. ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ ഒരുപാട് സ്വത്തിൻ്റെ, സ്വർണത്തിൻ്റെ, അലങ്കാരത്തിൻ്റെ അങ്ങനെ ഒരു തെളിച്ചം അതിന് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും മഹാദേവൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഭഗവാൻ ദിഗംബരനാണ്, ഭഗവാൻ ഒന്നും തന്നെ സ്വന്തമായിട്ടില്ല, ഭഗവാൻ എപ്പോഴും താമസിക്കുന്നത് ഏറ്റവും ഇപ്പോൾ നമ്മൾ പറയാറുള്ളത് ശ്മശാനത്തിലാണ് ഭഗവാൻ താമസിക്കുന്നത്. ഇങ്ങനെയുള്ള 2 ഇൻ്റർപ്രിട്ടേഷൻ നോക്കൂ, 2 എൻഡുകളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയുക വിഷ്ണു ഏറ്റവും സൗമ്യൻ, മഹാദേവൻ ഏറ്റവും രൗദ്രഭാവത്തിലിരിക്കുന്ന ഒരു ഭഗവാൻ. പക്ഷെ യഥാർത്ഥത്തിൽ മഹാദേവൻ ഏറ്റവും ശാന്തനാണ്, വിഷ്ണുവിൻ്റെ രൗദ്രതയാണ് നമ്മൾ നരസിംഹാവതാരത്തിൽ കണ്ടത്. അപ്പോൾ ഇതൊക്കെ ആപേക്ഷികമാണ്. ഇതിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പോലത്തെ ഗുണങ്ങളൊന്നും ആർക്കും കാണാൻ പറ്റില്ല. മഹാദേവന് ഏറ്റവും ശാന്തനാണ്. ഞാൻ പലപ്പോഴും കഥകളിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകാലഹസ്തി എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ പറയാറുണ്ട്, കണ്ണപ്പൻ എന്ന് പറയുന്ന വേടൻ അദ്ദേഹം മഹാദേവന്റെ ശിവലിംഗത്തിൽ തൻ്റെ പെരുവിരലുകൊണ്ട് ചവിട്ടിയപ്പോൾ പോലും മഹാദേവൻ സന്തോഷിച്ചിട്ടുണ്ട് അല്ലേ. തിരിച്ച് ഭൃഗു മഹർഷി മഹാവിഷ്ണുവിന്റെ നെഞ്ചിൽ ചവിട്ടിയപ്പോഴും ഭഗവാനും മഹർഷി അങ്ങയുടെ കാല് വേദനിച്ചു എന്ന് പോയി ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 പേരും പ്രത്യക്ഷത്തിൽ കോപത്തിന്റെ ഭാവം കാണിച്ച രീതിയുണ്ട്. അതുകൊണ്ട് ഇതൊന്നും 2 എൻഡാണെന്ന് പറയാണ്ട് ഇതൊക്കെ ഒറ്റ വസ്തുവാണെന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു രീതിയാണ് കേരളം പിന്തുടരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ 2ആയിട്ട് കാണുന്നത്, ദേവതയ്ക്ക് 2 ഐഡന്റിറ്റി ഉണ്ട്, സത്യമാണ്. വിഷ്ണു വേറെ, ശിവൻ വേറെ തന്നെയാണ്. അതെവിടെയാ? അത് ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴാണ്. ഒരു ദേവതയ്ക്ക് കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ഒരിക്കലും ശിവന്റെ മന്ത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പൂജ കഴിക്കാൻ സാധിക്കില്ല. അന്യമന്ത്ര യജനം എന്ന് പറഞ്ഞിട്ട് ദോഷമുണ്ട്. തിരിച്ചും വിഷ്ണുവിന്റെ അമ്പലത്തിൽ മാറ്റിയിട്ട് നമ്മൾ ശിവന്റെ അമ്പലത്തിൽ വിഷ്ണുവിന്റെ അഷ്ടാക്ഷരം കൊണ്ട് ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം കൊണ്ട് ശിവനെ പൂജിക്കാൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധിക്കില്ല. കാരണം അത് അന്യമന്ത്രയജനാണ്. മറിച്ച് ഭക്തർക്ക് വേണമെങ്കിൽ വിളിക്കാം, മഹാദേവനെ നോക്കിയിട്ടും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലേ. പക്ഷേ ആ അമ്പലത്തിനകത്തെ സംവിധാനത്തിന് വ്യത്യാസം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അത് 2 ഐഡന്റിറ്റിയാണ്, 2 വ്യക്തികളായിട്ട് തന്നെയാണ് കണക്കാക്കുക. ക്ഷേത്രത്തിലിരിക്കുന്ന മൂർത്തി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, ഒരു ഐഡന്റിറ്റിയാണ്. അതിന് 2 സ്വഭാവങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ മൂലശ്വാസത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു അമ്പലത്തിൽ ഒരു കലശം നടക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് ശിവന്റെ അമ്പലമാണെങ്കിലും വിഷ്ണുവിൻ്റെ അമ്പലമാണെങ്കിലും ദേവിയുടെ അമ്പലമാണെങ്കിലും മുരുകൻ്റെ അമ്പലമാണെങ്കിലും കലശാവസാനം ആടുന്ന കലശത്തിൻ്റെ പേര് ബ്രഹ്മകലശം എന്നാണ്. അത് ഏത് ക്ഷേത്രമാണെങ്കിലും അതിൻ്റെ പേര് അതേ വിളിക്കുള്ളൂ. അല്ലാണ്ട് വിഷ്ണുവിന് വേറെ കലശം അങ്ങനല്ല. കലശത്തിൻ്റെ പേര് ബ്രഹ്മകലശം എന്നാണ്. കാരണം അതിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അതുകൊണ്ടാണ് ഇപ്പം മേൽപ്പത്തൂർ പോലും പറയുന്നത് നാരായണീയത്തിൻ്റെ 1ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മതത്വം എന്നാണ് വാക്ക് ഉപയോഗിച്ചത്. ബ്രഹ്മതത്വം ഗുരുവായിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ടാണ് ഹന്തഭാഗ്യം ജനാനെന്ന് പറഞ്ഞത്. അതേ ബ്രഹ്മതത്വമാണ് വടക്കനാഥനിലുള്ളത്, അതേ ബ്രഹ്മതത്വമാണ് ചോറ്റാനിക്കരയിലുള്ളത്, അതേ ബ്രഹ്മതത്വമാണ് മള്ളിയൂരുള്ളത്. ആ ഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഒറ്റ വസ്തുവാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും. ഈ പുരാണങ്ങൾ വായിക്കുമ്പോൾ വ്യാസൻ ചേട്ടനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ശിവ വിഷ്ണു ആ സൗഹൃദം അതേത് ഭാഗമായിരിക്കും? ശിവവിഷ്ണു സൗഹൃദത്തിൻ്റെ അല്ല, എനിക്ക് പലപ്പോഴും ഭാഗവതമായിട്ട് കുറച്ചൊക്കെ ഞാൻ ഭാഗവതം പഠിക്കാൻ ഇപ്പം ശ്രമിക്കുന്നേ ഉള്ളൂ. കേൾക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് ഈ ബാണയുദ്ധം എന്ന് വിളിക്കപ്പെടുന്ന, അത് കൃഷ്ണാട്ടം കളിയുണ്ട് ഗുരുവായൂർ ബാണയുദ്ധം. അതിലെ കഥ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗവതത്തിൽ ഇത് പറയും. ബാണന് ഉഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ ബാണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ ദിവസവും ഗംഗാതീരത്ത് വന്നിട്ട് മണ്ണ് കുഴച്ചിട്ട് 1000 ശിവലിംഗങ്ങൾ ഉണ്ടാക്കത്രേ. എന്നിട്ട് ഈ ഓരോ ശിവലിംഗത്തിൽ അദ്ദേഹം പ്രത്യേകം പൂജ കഴിക്കും.
എന്നിട്ട് പൂജ കഴിഞ്ഞാൽ അതിന്റെ ആ ചൈതന്യത്തെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ശിവലിംഗങ്ങളൊക്കെ എടുത്ത് അദ്ദേഹം ഗംഗയിലേക്ക് മാറ്റും. പിറ്റേ ദിവസം 1000 ശിവലിംഗങ്ങൾ ആദ്യം ഉണ്ടാക്കും. എന്നിട്ട് ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകളാണ് ഉഷ. ബാണൻ എന്ന് പറയുന്നത് ആരാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ബാണന്റെ അച്ഛന്റെ പേര് മഹാബലി എന്നാണ്. മഹാബലിയുടെ അച്ഛന്റെ പേര് വിരോചനൻ എന്നാണ്. വിരോചനന്റെ അച്ഛന്റെ പേര് പ്രഹ്ലാദൻ എന്നാണ്. പ്രഹ്ലാദന്റെ അച്ഛന്റെ പേര് ഹിരണ്യകശിപു. അവിടെ നിന്നാണ് ആ പരമ്പര തുടങ്ങുന്നത്. അപ്പോൾ ഈ ബലിയുടെ പുത്രനായിട്ടുള്ള ബാണൻ, അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള ഉഷ എന്ന് വിളിക്കപ്പെടുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഒരിക്കലും ഒരു ദിവസം ഒരു സ്വപ്നം കാണും. ഒരു സുന്ദരനായിട്ടുള്ള രാജകുമാരനുമായിട്ടുള്ള വിവാഹം ആണ് അവർ കാണുക. അപ്പോൾ അവരുടെ ഒരു തോഴിയുണ്ട്. കഥകളിയൊക്കെ കാണുന്ന ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ആവും. ചിത്രലേഖ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അപ്പൊ ഈ ഉഷ ചിത്രലേഖ സംവാദമൊക്കെ ഉണ്ട് കഥകളിയിൽ. അപ്പൊ ഈ ചിത്രലേഖയോട് ഉഷ പറയും, ഞാൻ ഇങ്ങനെ ഒരു ആൺകുട്ടിയെ കുറെ നാളായിട്ട് സ്വപ്നം കാണുന്നുണ്ട്, അവനെ വിവാഹം കഴിച്ചാൽ എനിക്ക് കൊള്ളാം. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ടെക്നോളജി ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ചിത്രലേഖ ഓരോരോ രാജകുമാരന്മാരുടെ ചിത്രങ്ങൾ വരച്ചിട്ട് ഇതാണോ നീ സ്വപ്നം കണ്ട ആള് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യം വരയ്ക്കുക ഏകദേശം കൃഷ്ണന്റെ ചിത്രമാണെന്ന് പറയും. അപ്പോൾ ഉഷ നോക്കിയിട്ട് പറയും ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് എന്നാണ് വ്യാഖ്യാനിക്കുക. അത് കഴിഞ്ഞ് കൃഷ്ണന്റെ പുത്രനായിട്ടുള്ള പ്രദ്യുമ്നന്റെ ചിത്രം വരയ്ക്കും. അപ്പൊ പറയും കുറച്ചും കൂടെ സിമിലാരിറ്റി വന്നിട്ടുണ്ടെന്ന്. മൂന്നാമതായിട്ട് വരയ്ക്കുക അനിരുദ്ധൻ, കൃഷ്ണന്റെ പേരക്കുട്ടിയായിട്ടുള്ള അനിരുദ്ധന്റെ ചിത്രമാണ്. അപ്പൊ നോക്കിയിട്ട് പറയും ഇത് തന്നെയാണ് ഞാൻ സ്വപ്നം കണ്ട ആളെന്ന്. ചിത്രലേഖയ്ക്ക് ഇത്തിരി മാജിക് ഒക്കെ അറിയാവുന്നതുകൊണ്ട് രാത്രിക്ക് രാത്രി ദ്വാരകയിൽ വന്ന് ഈ അന്തപ്പുരത്തിൽ കിടന്നുറങ്ങുന്ന അനിരുദ്ധനെ എടുത്തിട്ട് ചിത്രയുടെ അന്തപ്പുരത്തിൽ കൊണ്ടുപോയിട്ട് ഇട്ടുകൊടുത്ത് ഉഷയുടെ എന്നാണ് ഈ ചിത്രലേഖ. അങ്ങനെ ഉഷയും അതുപോലെ തന്നെ ഈ അനിരുദ്ധനും കൂടെ ഒരുമിച്ച് അന്തപ്പുരത്തിൽ കഴിയുന്നു എന്നുള്ളത് ബാണൻ അറിയുകയും ബാണൻ പിടിച്ച് അനിരുദ്ധനെ ബന്ധിക്കുകയും ചെയ്യും, കെട്ടിയിടും. കാരണം തൻ്റെ മകളുടെ കൂടെ കഴിയണം. അപ്പൊ ഈ വിവരമാണ് ദ്വാരകയിൽ അറിയുന്നത് ഭഗവാൻ. തൻ്റെ പൗത്രനായിട്ടുള്ള തൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള അനിരുദ്ധനെ ബാണൻ എന്ന് പറയുന്ന രാജാവ് ബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഉടനെ തന്നെ ബലരാമസ്വാമിയും ഉടനെ ചാടിക്കയറി പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ സൈന്യം ബാണന് നേരെ യുദ്ധത്തിന് പുറപ്പെടട്ടെ. അങ്ങനെയാണ് ദ്വാരകയുടെ സൈന്യം അതിന്റെ ഒത്ത നടുക്ക് കൃഷ്ണനും ബലരാമനും ഈ ബാണനെ ആക്രമിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ബാണൻ നമ്മളൊക്കെ ഈ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയും, നമ്മൾ ഈ ബാഹുബലിയിൽ ഇങ്ങനെ മറ്റേ സാധനം കൊണ്ട് നോക്കാറില്ലേ, അതുപോലെ ഈ മട്ടുപ്പാവിൽ നിന്ന് ബാണൻ നോക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് ദ്വാരകയുടെ സൈന്യം ബാണനെ ആക്രമിക്കാൻ വരുന്നതും അതിന്റെ ഒത്ത നടുക്കായിട്ട് സാക്ഷാൽ കൃഷ്ണനെയും ബലരാമനെയും കണ്ടു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു കാരണവശാലും എനിക്ക് ഈ യുദ്ധം ജയിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധം ജയിക്കണം എന്നുണ്ടെങ്കിൽ ആരുടെ സഹായം വേണം? ഞാൻ ഉപാസിക്കുന്ന എൻ്റെ ഭഗവാന്റെ സഹായം എനിക്ക് വേണം എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം മഹാദേവന്റെ സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് കഥ. മഹാദേവൻ വന്ന് ബാണന്റെ പക്ഷത്ത് നിന്ന് കൃഷ്ണന് എതിരെ യുദ്ധം ചെയ്തതായിട്ടാണ് ഭാഗവതം പറയുന്നത്. ഒരു സമയത്തുമ്പോൾ അത് രണ്ടും ഒരു വസ്തുവാണെന്നുള്ള ബോധ്യമൊക്കെ ബാണന് ഉണ്ടാവുകയും അത് കോംപ്രമൈസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് കൃഷ്ണാട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ വിശേഷമായിട്ട് ഇത് ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഈ കൃഷ്ണനും മഹാദേവനും കൂടെ ആലിംഗനം ചെയ്യുന്ന ഒരു രംഗം കൃഷ്ണാട്ടത്തിലുണ്ട്. ഞാൻ വാണയുദ്ധം കണ്ടിട്ടില്ല, പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ശങ്കരനാരായണ സ്തുതി എന്നൊരു സ്തുതി ഉണ്ട്. എന്ന് വെച്ചാൽ ആ സമയത്തുള്ളത് കൃഷ്ണനും മഹാദേവനുമാണ്. അത് തന്നെയാണ് ആര്? ശങ്കരനാരായണൻ. അപ്പൊ ആ ശങ്കരനാരായണ സ്തുതി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൃഷ്ണ ഗീതിയിൽ എന്നുവെച്ചാൽ ഈ പറയുന്ന കൃഷ്ണാട്ടത്തിന്റെ ആദ്യ ഭാഗമായിട്ടുള്ളതിൽ മാനവേദൻ തമ്പുരാൻ എഴുതിയിട്ടുണ്ടെന്നാണ്. അത് ചൊല്ലുന്നത് വളരെ വിശേഷമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ മനസ്സിന് അനുഭവിക്കുന്നുണ്ടെങ്കിലും ശങ്കരനാരായണ സ്തുതി ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സ് തണുക്കും എന്നാണ് പറയുക. കാരണം ഒരേ സമയം മഹാദേവന്റെയും നാരായണന്റെയും അനുഗ്രഹം ലഭിക്കുന്നതാണ്. അപ്പോൾ ആ കഥ ബാണയുദ്ധം കഥയാണ് എനിക്ക് പൊതുവിൽ എപ്പോഴും എടുത്തു പറയാൻ തോന്നാറുള്ളത്. അപ്പോൾ ചേട്ടാ, പ്രേക്ഷകർക്ക് ഒരുപാട് അറിയാൻ ആഗ്രഹമുള്ള ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരുപാട് അറിവ് നമുക്ക് തന്നതിൽ ഒരുപാട് നന്ദി. നമസ്തേ.